ഹായ്, ഇന്ന് നമുക്ക് ഒരു സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യാം. ചീസും സ്വീറ്റ് കോണൊക്കെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാൻഡ്വിച്ച്. നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലൊരു സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടുള്ള സവാള നല്ല പൊടിയായിട്ട് അരിയണം കേട്ടോ. വലിപ്പത്തിൽ അരിയരുത്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് നമ്മൾ ഒന്നിട്ടിട്ട് ഒന്ന് ഇളക്കാം. സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നിങ്ങൾക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. പക്ഷെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് കുറച്ചും കൂടി ഈസി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പൊടിയായിട്ട് അരിഞ്ഞെടുക്കണ്ടേ ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റും ചേർത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, നമ്മൾ ചതച്ച മുളകുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതായാലും മതി, ഇട്ട് കൊടുത്താൽ മതി. അധികം എരിവൊന്നും വേണ്ട കേട്ടോ. കുറച്ച് എരിവ് കുറവിൽ തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സ്വീറ്റ് കോൺ. ഇപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള ഈ സ്വീറ്റ് കോൺ പാക്കറ്റിൽ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്വീറ്റ് കോൺ എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കോൺ വാങ്ങിച്ചാൽ അതിൽ ഇങ്ങനെ ഒന്ന് പുഴുങ്ങിയതിന് ശേഷം എടുത്താലും മതി. അതിനെക്കാട്ടും നല്ല ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്വീറ്റ് കോൺ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മളിത് കഴിഞ്ഞിട്ട് ഇനി ചീസൊക്കെ ഇതിലേക്ക് ചേർക്കും. അപ്പോൾ വളരെ കുറവ് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യണം. തക്കാളിയുടെ ഉള്ളിലുള്ള ആ ഒരു പോർഷനൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ പുറത്തുള്ള ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നല്ല മാംസമുള്ള ആ ടൈപ്പ് ഇത് മാത്രം എടുത്തിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ് തക്കാളി ഇട്ട് കൊടുത്താൽ നമ്മൾ അപ്പം തീ ഓഫ് ആക്കണം. പിന്നെ അധികം നേരം നമ്മൾ കുക്ക് ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ കുക്കിംഗ് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില, പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചീസ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മോസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മയോനൈസും ചേർക്കുന്നുണ്ട്. മയോനൈസും ചീസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതെല്ലാതും കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കുക. ചീസ് ചേർത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കാം. 2 ബ്രെഡിൻ്റെ സ്ലൈസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബട്ടർ ഒരു സൈഡിൽ നമുക്കൊന്ന് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഞാനൊന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒന്ന് നന്നായിട്ട് എല്ലായിടത്തേക്കും വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് അതിൻ്റെ മേലെ ഒന്ന് ഫില്ല് ചെയ്യാം. ഇനി നമുക്കതിൻ്റെ മേലെ ഇതുപോലത്തെ ചീസ് സ്ലൈസ് ഉണ്ടല്ലോ, അത് ഒരെണ്ണം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ വേറൊരു ബ്രെഡിൻ്റെ പീസ് ഉണ്ട്, നമ്മൾ ബട്ടർ തേച്ച് വെച്ച് ആ ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് അത് കവർ ചെയ്യാം. ഇപ്പോൾ അതെ, ഇങ്ങനെ ഞാൻ 2 എണ്ണം ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിനൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ ഇത്തിരി ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഞാനപ്പോൾ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുത്തു. അടുത്ത ബ്രെഡിൻ്റെ സ്ലൈസ് ഇതും ഞാനതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ആ ബ്രെഡിൻ്റെ അടിയിൽ ഇപ്പോൾ ഓൾറെഡി ബട്ടർ ഉണ്ട്. മേലത്തെ ബ്രെഡിൻ്റെ പോർഷനും കുറച്ച് ബട്ടർ നമ്മൾ ഇതുപോലെ ഒന്ന് പരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് 2 സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങളുടെ അടുത്ത് സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇതുപോലെ പാനിലിട്ട് ടോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സാൻഡ്വിച്ച് മേക്കറിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എല്ലാവരുടെ അടുത്തും സാൻഡ്വിച്ച് മേക്കർ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് പാനിൽ ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ 4 സാൻഡ്വിച്ചസ് ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഒരു സാൻഡ്വിച്ച് എടുത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ട, ഉള്ളിലൊക്കെ ചീസ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്. നല്ല സൂപ്പർ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. പുതിയ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.